Hi friends, this is Coach Vincy Niju. Welcome back to my channel, your space for mind, career and wellness. Today, let's talk about something every professional faces. ഒന്നുമല്ല സിമ്പിൾ വർക്ക് പ്ലേസ് സ്ട്രെസ് ആണ്. പലരിടത്തും ഇൻ പേഴ്സൺ വൺ ഓൺ വൺ ഡിസ്കഷൻ ചെയ്യാറുണ്ട്. ഇന്റർനാഷണലി ഒരു 10 to 12 കൺട്രീസിൽ പീപ്പിളിനെ കോച്ച് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അപ്പം പലരിടത്തും ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് വർക്ക് പ്ലേസ് സ്ട്രെസ് എന്നുള്ളത്. പലർക്കും ഇതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. യെസ്, സ്ട്രെസ് എന്ന് പറയുന്നത് വെരി കോമൺ. എവറി പൊസിഷനിലും സ്ട്രെസ് ഉണ്ട്. അത് ജൂനിയർ ലെവൽ ആകാം, സീനിയർ ലെവൽ ആകാം, മാനേജീരിയൽ റോൾ ആകാം, മാനേജ്മെന്റ് റോൾ ആകാം. ഓരോ പൊസിഷൻ അനുസരിച്ചിട്ട് സ്ട്രെസ് ഉണ്ട്. അതിന്റെ ഇന്റൻസിറ്റി കൂടി കൂടി വരുന്നതല്ലാതെ സ്ട്രെസ് ഇല്ലാത്തൊരു പ്രൊഫൈൽ വളരെ റയറാണ്. പക്ഷെ ഇതിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ് നമുക്ക് വരുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും സ്ട്രെസ് നമ്മളെ ഹാൻഡിൽ ചെയ്യില്ല, നമ്മളായിരിക്കും സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വർക്ക് പ്ലേസ് സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാവുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഐഡന്റിഫൈ ദ റിയൽ സോഴ്സ് ഓഫ് സ്ട്രെസ്. നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ സ്ട്രെസ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അലൗ ചെയ്യരുത്. നമ്മൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ആൻഡ് ആസ്ക് യുവർ സെൽഫ് വാട്ട് എക്സാക്ട്ലി സ്ട്രെസ്സിങ് മീ എന്നുള്ളത്. മേ ബി അത് നമ്മുടെ ബോസ് ആകാം, അല്ലെങ്കിൽ വർക്ക് ലോഡ് ആകാം, ഡെഡ് ലൈൻസ് ആകാം, അല്ലെങ്കിൽ ടീമിൽ വരുന്ന കോൺഫ്ലിക്റ്റുകളാകാം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇന്റേണൽ പൊളിറ്റിക്സ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്യുന്ന ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യുവാണെങ്കിൽ ചിലർക്ക് അത് ഒരു പ്രഷർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും സെൽഫായിട്ട് തന്നെ. സോ ഇങ്ങനെ നമ്മൾ നമ്മുടെ സ്ട്രെസ്സിന്റെ ഒരു സോഴ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദ പ്രോബ്ലം ഇസ് സോൾവ്. നമുക്ക് തന്നെ ആ സ്ട്രെസ്സിനെ, അതിന്റെ പവർ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് വാട്ട് എക്സാക്ട്ലി നമ്മുടെ ഒരു 2 to 3 കൈൻഡ് ഓഫ് സ്ട്രെസ് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക്. അതെന്താന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ കാമായിട്ടിരുന്ന് തിങ്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാനേജ് സ്ട്രെസ് ഫിസിക്കലി. അതായത് നമ്മുടെ മൈൻഡ് സ്ട്രെസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ബോഡി ആയിരിക്കും ആദ്യം സ്ട്രെസ്സിന്റെ കുറെ കാര്യങ്ങൾ കാണിക്കുക. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യാനായിട്ടാണ്. സ്ട്രെസ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഫാസ്റ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കുക. വർക്ക് ചെയ്യുവാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് വാക്ക്, ഒരു സ്മോൾ ഒരു 1 or 2 minutes വരുന്ന ഒരു വാക്കിംഗ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. നന്നായിട്ട് വാട്ടർ ഇൻടേക്ക് ട്രൈ ചെയ്യും. വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡീനെ നന്നായിട്ട് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ വർക്കിലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇൻടേക്ക് ചെയ്യുമ്പോൾ ബോഡീനെ അത് ഒരു സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയെ കാമാക്കാനാണ്. ബോഡി കാമായാൽ ഓട്ടോമാറ്റിക്കലി മൈൻഡ് കാമാകും. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ബോഡി കാമായി കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് കാം യുവർ മൈൻഡ്. മൈൻഡിനെ കാമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ബാലൻസ്ഡ് മൈൻഡ് സെറ്റിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് സ്ട്രെസ്സിനെ ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ എവ്രി ഡേ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിന് ഒരു 3 to 5 minutes വരുന്ന കൈൻഡ് ഓഫ് എക്സസൈസുകൾ ചെയ്താൽ നല്ലതാണ്. ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കൈൻഡ് ഓഫ് എക്സസൈസ് ആണ്. ക്ലോസ് യുവർ ഐസ്, ഒരു കാം ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇരുന്നിട്ട് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇതൊരു 5 minutes നമ്മുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ ചിന്തകളെ നമുക്ക് ഫോക്കസ് ചെയ്യാനും ഒരു ബാലൻസ്ഡ് മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ ഒരു സമയത്ത് ഏതൊരു സിറ്റുവേഷൻ നമുക്ക് വന്നാലും അയ്യോ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോട്ട്സ് മാറ്റിയിട്ട് വാട്ട് എവർ കംസ് ഇൻ മൈ ലൈഫ് ഐ വിൽ ഹാൻഡിൽ ദിസ്, ഐ കെൻ ഡു ഇറ്റ്, ഐ ക്യാൻ എന്നുള്ളത് റീപ്ലേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഫോർത്ത് വൺ വന്നിട്ട് ഹാൻഡിൽ പീപ്പിൾ സ്ട്രെസ് വൈസ്ലി. അതായത് മെജോറിറ്റി ഓഫീസുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്ട്രെസ് പീപ്പിൾ ആണ്, റൈറ്റ്? ടീംമേറ്റ്സ് തമ്മിലുള്ള ഫൈറ്റ്, ഇന്റേണൽ പൊളിറ്റിക്സ്, കോൺഫ്ലിക്ട്സുകൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ്, ഇതാണ് മെജോറിറ്റി പീപ്പിളിനെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു സീക്രട്ട് ഉണ്ട്. നമ്മൾ കുറച്ച് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ
ബ്യൂട്ടിഫുള്ളി നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഒരു ഹാൻഡിൽ ചെയ്ത് ഭംഗിയായിട്ട് നമ്മുടെ വർക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു പീപ്പിൾ റിലേറ്റഡ് സ്ട്രെസ് ആണ് വരുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. എപ്പോഴും ഒരു പ്രഷർ കൈൻഡ് ഓഫ് പൊട്ടിത്തെറി, പെട്ടെന്ന് ദേഷ്യം വരുന്ന അതിലേക്ക് കൊണ്ടുപോകാതെ ഒരു കാം മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാം. നമ്മളെ തന്നെ ഒന്ന് കാം ഡൗൺ ആക്കിയിട്ട് തിങ്ക് ചെയ്യുക, എങ്ങനെയാണിത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതെന്ന് തിങ്ക് ചെയ്യുക. ദെൻ മെജോറിറ്റി പല ഓഫീസുകളിലും ഉള്ളത് ഗോസിപ്സ് നിറയെ ഉണ്ടാവും അല്ലെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാവും. സ്റ്റേ അവേ ഫ്രം സച്ച് കൈൻഡ് ഓഫ് ഗോസിപ്സ്, അല്ലെങ്കിൽ സ്റ്റേ അവേ ഫ്രം ടോക്സിക് പീപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. നെഗറ്റിവിറ്റി വരുന്നിടത്ത് അല്ലെങ്കിൽ ഗോസിപ്സ് പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റിയാൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വരുമ്പോൾ ഫോക്കസ് ചെയ്ത് നല്ല സൊല്യൂഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. പ്രോബ്ലംസിനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അഞ്ചാമത്തെ ഒരു കാര്യം നമുക്ക് സ്ട്രെസ്സിനെ ഈസിലി മാനേജ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഓർഗനൈസ് ആൻഡ് പ്രയോറിറ്റൈസ്. വർക്ക് സ്മാർട്ട് എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, പക്ഷെ എങ്ങനെയാണ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല. ഹാർഡ് വർക്കാണ് എപ്പോഴും പലരും ഫോക്കസ് ചെയ്യുന്നത്. അതിനൊരു കാരണം പലപ്പോഴും അപ്പൊ വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാനാണ് ട്രൈ ചെയ്യുന്നത്. റാൻഡമായിട്ട് കുറെ കാര്യങ്ങൾ എടുത്തിട്ട് ചെയ്യും. ഇത് നമ്മുടെ സ്ട്രെസ്സിനെ കൂട്ടാനാണ് ഹെൽപ്പ് ചെയ്യുക. അതിന് ബദലായിട്ട് വൈസ്ഫുള്ളി അല്ലെങ്കിൽ കാം ആയിട്ടിരുന്ന് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതിൽ ഒരു ഈസ് ആൻ അവർ മെട്രിക്സ് യൂസ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. അത് ഒരു 4 സ്റ്റെപ്പാണ് അതിനകത്ത് വരുന്നത്. നമ്മുടെ ടാസ്കുകളിൽ അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡു നൗ, ഇപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പ്രയോറിറ്റി ആയിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് അർജന്റ് അതൊന്ന് ഷെഡ്യൂൾ ചെയ്യാം. എപ്പോഴാണ് ചെയ്യേണ്ടത് അതിനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ഒരു ടൈം അലോക്കേറ്റ് ചെയ്യാം. അർജന്റ് ആണ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. കൊളീഗ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ജൂനിയേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഒന്ന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാം. ഇപ്പൊ ഇമ്പോർട്ടന്റ് അല്ല, അർജന്റും അല്ല, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുക. അതിനെ ഇപ്പൊ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയാൽ ഓരോ ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. സ്ട്രെസ് ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യേണ്ട കാര്യം റീബാലൻസ് ആഫ്റ്റർ വർക്ക്. എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ വിടുക, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത്. ഇത് പലപ്പോഴും പലരും ചെയ്യുന്നത് ഓഫീസ് കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെ ചെന്ന് അവിടുത്തെ കോൾസും കാര്യങ്ങളും ബഹളങ്ങളും വർക്കിന്റെ പിന്നാലെ നമ്മൾ എഗെയിൻ പോകും. ഇത് എഗെയിൻ വീട്ടിൽ അറ്റ്മോസ്ഫിയറിനെ കില്ല് ചെയ്യും. നമ്മുടെ റിലേഷൻഷിപ്പ് വേസ്റ്റ് ആകും. അവിടെയും ഒരു സ്ട്രെസ്ഫുൾ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ചെയ്യേണ്ട കാര്യം ആഫ്റ്റർ ദ വർക്ക് ബാലൻസ് ചെയ്യും. റീബാലൻസ് ആഫ്റ്റർ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓഫീസിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ്സിനെ അവിടെ വിട്ടിട്ട് വേണം വീട്ടിലേക്ക് വരാൻ. ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, നല്ല നല്ല വിശേഷങ്ങൾ ഷെയർ ചെയ്യുക, കുട്ടികളായിട്ട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ചോദിക്കുക. ദെൻ ഒന്ന് റിലാക്സ് ചെയ്യുക. എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടാവും, നമ്മുടെ ഹോബീസ് ഉണ്ടാവും, കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെക്കാം. എന്തെങ്കിലും പെൻഡിങ് വർക്ക്സ് വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യാം. ഇനി ഒന്നുമില്ല എങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കുക, കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറങ്ങുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഫൈനലി, ബിൽഡ് ലോങ് ടേം റെസിലിയൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റെസിലിയൻസ് നമ്മൾ ബിൽഡ് ചെയ്യാന്നുള്ളത്. അതായത് സ്ട്രെസ് വരും, സ്ട്രെസ് ഇല്ലാത്ത ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവില്ല. സ്ട്രെസ് ഓൺ ദ ഗോയിൽ വരും പോകും, ഇങ്ങനെ അങ്ങ് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സ്ട്രെസ്സിനെ തടയാനും പറ്റില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പക്ഷെ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്ട്രോങ്ങർ ആയിട്ട് ഡെവലപ്പ് ആകാൻ തുടങ്ങും, എംപവർ ആകാൻ തുടങ്ങും. ദാറ്റ് ഈസ് അവർ എക്സ്പീരിയൻസ്. ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഡെഫിനറ്റ്ലി പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ലേൺ ചെയ്യും. അതിനെയാണ് പ്രൊഫഷണൽ ഗ്രോത്ത് എന്നും കൂടെ പറയും. ഇന്നത്തെ സ്ട്രെസ്സും ഇന്നത്തെ എന്താ പറയുക പ്രോബ്ലംസുമാണ് നാളത്തെ എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ കീപ് ലേണിംഗ്. ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കും. ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 21 ഡേയ്സ് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. ഫാമിലി ഓഫീസ് രണ്ടും നമുക്ക് ഈക്വലി ബാലൻസ് ചെയ്തൊരു ഹാപ്പി ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. സോ കീപ് ലേണിംഗ്, കീപ് ഇവോൾവിംഗ്, ഗ്രോ സ്ട്രോങ്ങർ. ആൻഡ് റിമെമ്പർ, എപ്പോഴും നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡ് ആണ് റിയൽ സക്സസ്. മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും
ഹാപ്പി ആക്കി ബാലൻസ് ചെയ്യാനും പറ്റിയാൽ ഏതൊരു പ്രോബ്ലത്തിനെയും ഏതൊരു സ്ട്രെസ്സിനെയും ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. നമ്മൾ തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനെ പൊടി തട്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ദിസ് ഇസ് കോച്ച് വിൻസി നിജോ signing off. Thank you so much for listening. Stay happy and positive always.